കരൺ അദാനിയും ശരിക്കുള്ള അദാനിയും ഒക്കെ ശ്രീ പിണറായി വിജയനെ വേണ്ട വിധത്തിൽ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്ഷനൊന്നും ഉണ്ടാവില്ല. കൊളംബോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചൈനയുടെ ആ പൊളിറ്റിക്കൽ ടാക്ടിക്സിനെ കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വിഴിഞ്ഞം ഉപയോഗപ്പെടുത്തിയേ പറ്റുള്ളൂ. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കാലത്തല്ലേ KS എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നത്. KSലെ അഴിമതിയാണല്ലോ ഏറ്റവും പ്രധാനം. അതിന് IAS കിട്ടുന്നതിനേക്കാളും ശമ്പളമാണ്, IASകാർക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ശമ്പളമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലെല്ലാം തന്നെ പാർട്ടിക്കാരെയാണ് തിരികെ കയറ്റിയിരിക്കുന്നത്. പക്ഷെ പിണറായി വിജയൻ്റെ മൾട്ടി ഫേസറ്റഡ് ടാലൻറ്റ് ഇത്തരം കാര്യങ്ങളാണ്. ഏതിനാ? അഴിമതിക്കും കൈക്കൂലിക്കും സ്വജനപക്ഷപാതത്തിനും ഒക്കെ അദ്ദേഹം കാണിച്ചിരിക്കുന്ന വൈദഗ്ധ്യം മറ്റാർക്കും കേരളത്തിൽ ഇന്നലെ വരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ്. 13,000 കോടിയുടെ ഓഹരി അദാനി MSC കമ്പനിക്ക് കൊടുത്തു. അതിനെതിരെ ശക്തമായ വിമർശനവുമായി മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ ഈ എതിർപ്പിനെ നിരാകരിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ പിന്നെ പിണറായി എന്തിന് എതിർത്തു? അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി താല്പര്യമുണ്ടോ? അക്കാര്യമാണ് ടോക്കിംഗ് പോയിന്റ് ഇപ്പോൾ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ L. അജിത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ്റെ എതിർപ്പിനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ തള്ളിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു എതിർപ്പിയുടെ ആവശ്യമില്ല, വിഴിഞ്ഞം പോലൊരു പദ്ധതിയെ അത് കളങ്കപ്പെടുത്തും എന്ന് മുതിർന്ന നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ എതിർപ്പുമായി രംഗത്തുണ്ട്. വാട്ട് മൈറ്റ് ബി ദ റീസൺ? വാട്ട് യു തിങ്ക്? ലിയോ, ഈ നമ്മൾ മുമ്പും ഈ വിഴിഞ്ഞം പദ്ധതി പറഞ്ഞപ്പോൾ ഞാൻ ടാഡ് മൂർത്തി, നമ്മുടെ ആന്ധ്രയിലുള്ളൊരു ടാഡ് മൂർത്തി, ലോകം കണ്ട ഏറ്റവും വലിയ സമുദ്ര ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഈ സുനാമി അടിച്ചപ്പോൾ നമ്മുടെ സൗത്ത് പാർക്കിലൊന്ന് താമസിച്ചിരുന്നു. അന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ സാധ്യത എന്ന് പറഞ്ഞത് നിയർ ഷോറിൽ ഷിപ്പ് വരാൻ പറ്റിയത്, പോസ്റ്റ് പനാമിക് ഷിപ്പ് വരാൻ പറ്റിയ സ്ഥലം ലോകത്തത് വിഴിഞ്ഞമാണ്, വിതൗട്ട് മച്ച് ഓഫ് ഡ്രഡ്ജിങ്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ അനന്ത സാധ്യത എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഇത് ഭീകരമെന്ന് പറയാൻ കാരണം, ഇപ്പോൾ ബെൽജിയത്തും യൂറോപ്പിൽ തന്നെ 3 വലിയ പോർട്ട് നഗരങ്ങളുണ്ട്. ഈ നഗരങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആറ്റിങ്ങൽ നിന്നാലേ, ആറ്റിങ്ങലിനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്താലേ നമുക്ക് വിഴിഞ്ഞത്തെത്താൻ പറ്റുള്ളൂ. അത്രയും ദൂരത്ത് വരെ ഇതിൻ്റെ ആ പോർട്ടിൻ്റെ ഒരു സ്പാൻ അങ്ങ് നീണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കേരളം വളരും. അതിനകത്ത് തർക്കമില്ല. അപ്പോൾ അതാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇതിന്റെ സാധ്യതകൾ നേരത്തെ മനസ്സിലാക്കിയിട്ട്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വിഴിഞ്ഞത്തിന്റെ സാധ്യത അനന്തമാണ്. കേരളത്തെ ആകെ മാറ്റിമറിക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ ഈ ലക്ഷം കടമൊക്കെ തന്നെ ലാഭത്തിലേക്ക് മാത്രമല്ല, നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് അങ്ങനെ ഒരു സർവേ നടത്തി ഇതിന്റെ പോസിബിലിറ്റി ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഒന്നും നടത്താൻ പോലും പറ്റാത്ത രീതിയിലേക്ക് വികസനം വരും. പല രീതിയിൽ, വേരിയസ്. വെറും ഈ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമല്ല, ഇവിടെ വന്നിറങ്ങുന്ന ഗുഡ്സും അതും ഇതും എല്ലാം കൂടെ ചേർന്ന് അത് ഇങ്ങനെ നഗരങ്ങളായിട്ട് മാറും. പിന്നെ ഈ പറഞ്ഞ നമ്മൾ പറയുന്ന റൗണ്ട് അബൌട്ട് ഉണ്ടോ, ഓടിക്കോൾ, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമായതുകൊണ്ട് നമുക്ക് അറിയില്ല എത്രത്തോളം അത്. പക്ഷേ ഈ ട്രാക്കിലായി കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓൺ റോഡ് വന്ന് ട്രാൻസ്പോർട്ടേഷൻ വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ നാഷണൽ ഹൈവേ ഒന്നും പോരാതെ വരും. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കോസ്റ്റൽ ഏരിയ ഒരു നാഷണൽ പാരൽ എടുക്കുന്നുണ്ട്. പക്ഷെ അത് ഈ 35-40 ടയറുള്ള കണ്ടെയ്നർ ലോറി പോകാൻ പറ്റിയ രീതിയിൽ, പ്രാപ്തമായ രീതിയിൽ ചെയ്യണം എന്നുള്ളവിടെ സർക്കാരും മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഒരെണ്ണം ഇവിടെ ബ്ലോക്കായാൽ അങ്ങ് എറണാകുളം മുതൽ കന്യാകുമാരി വരെ ബ്ലോക്കാവും, നിശ്ചലമാവും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ. നമ്മുടെ 66-ലൊന്നും ഇത്തരം കണ്ടെയ്നർ ലോറികളൊന്നും ഓടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ, ചെറിയ പെട്ടിക്കട മുതൽ വലിയ കടകൾ വരെ, അങ്ങനെ വലിയ വികസനം വരും. അപ്പോൾ ഇത് ഏറ്റവും മനോഹരവും ഏറ്റവും നമുക്ക് ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായൊരു പ്രോജക്റ്റാണ്. അതാണ് ഞാൻ ഈ ടാഡ് മൂർത്തിയെ അദ്ദേഹത്തെ കോട്ട് ചെയ്തത്. അദ്ദേഹം ഇപ്പോൾ കാനഡയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അനന്ത സാധ്യതകളുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹം അത് നേരത്തെ കണ്ടിരിക്കുന്നു.
അതെ. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ വെച്ചിട്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞു റോഡ്, റെയിൽ, മാരിടൈം ഇങ്ങനെ ഒരു കണക്ടിവിറ്റി കൂടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ എൻറ്റയർ സ്റ്റേറ്റ് ഇതിൻ്റെ വികസനത്തിൻ്റെ ഭാഗവാക്കാകും അതെ അതെ എന്നുള്ളതാണ്. അതെ അതെ അപ്പോൾ അതിൽ വരാൻ പോകുന്ന ബിസിനസ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും. അല്ലെ വിഴിഞ്ഞത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വെച്ചാൽ കണക്ട് ചെയ്യും, കേരളം മൊത്തമായി കണക്ട് അല്ല, ചെയ്യുന്ന അതാ ഞാൻ പറഞ്ഞത്. കൊച്ചിയുണ്ട്. ഇതിന് കൊച്ചി ഇതിന് അപ്പുറവും ഇപ്പുറമായിട്ട് 17 ചെറിയ പോർട്ടുകളുണ്ട്. അപ്പൊ അതിപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം, ആലപ്പുഴ, അതെ. കൊച്ചി, ഉം. പിന്നെ തൃശ്ശൂർ പോകും, അത് കഴിഞ്ഞ് മലപ്പുറം. മലപ്പുറം. അങ്ങനെ പോകുകയെന്ന് പറയുമ്പോൾ തീർന്നില്ല എപ്പോഴേക്കും. ഇത് കൂടാതെ റിംഗ് റോഡുകൾ വരില്ലേ, ഉം, ഉം. കണക്ടിവിറ്റി വരുന്ന റിംഗ് റോഡുകളാണ്. അത് ബാക്ക് ടു കന്യാകുമാരിയിൽ അങ്ങോട്ടും പോകും. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു സാധ്യതയാണ് അദ്ദേഹം തന്നെ കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് എടുത്തിരിക്കുന്നത്. പക്ഷേ ഓക്കെ. അവിടെയാണ് ശ്രീ പിണറായി വിജയൻ ഒബ്ജക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ സ്വന്തമായിട്ട് ഇതെല്ലാം കയ്യിൽ വെച്ചിരിക്കുകയാണ്. എന്താണ് എൻ്റെ ഇതെന്ന് അതിന് വി.ഡി. സതീശൻ നല്ലൊരു മറുപടി കൊടുത്തു. അപ്പോൾ വകുപ്പ് എടുക്കുന്നത് അഴിമതി കാണിക്കാനാണോ എന്ന് പുള്ളി പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരാളിൽ നിന്ന് നമ്മൾ കേട്ട ഭാഷയല്ല ഇപ്പോൾ കേൾക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കേട്ട ഭാഷകൾ നമുക്കറിയാം. അതെ. ആൾക്കാർക്കും പൊതുസമൂഹത്തിന് ഒരു എന്താ പറയുക, കുറച്ച് റിഫൈൻഡ് ആയിട്ടുള്ളവർക്ക് കേട്ട് നിൽക്കാൻ പറ്റാത്ത, കേട്ടാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത, നമുക്ക് തന്നെ ലജ്ജ തോന്നുന്ന ഭാഷകളായിരുന്നു ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ 10 വർഷം പ്രകടിപ്പിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന് മൈക്കിനോട് പോലും ശോഭിക്കുന്ന ആളായിട്ടൊക്കെ വന്നു. അതെല്ലാം നമുക്ക് നാണക്കേടാണ് അതിന്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ആളുകൾക്ക് മനസ്സിലാകുന്ന, ആളുകളുടെ ഒരു സ്റ്റേറ്റസിനനുസരിച്ച് സിങ്ക് ചെയ്യുന്ന ഭാഷയിൽ കാര്യങ്ങൾ പഠിച്ചു പറയുന്നു. ചുമ്മാ വെറുതെ ഓഫ് ഹാൻഡ് ആയിട്ടല്ല പുള്ളി പഠിച്ചു പറയാം. കറക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് ശ്രീ വി.ഡി. സതീശനിൽ വന്നിട്ടുണ്ട്. പക്ഷേ ലിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞത് എന്തുകൊണ്ട് പിണറായി എതിർക്കുന്നു എന്നുള്ളൊരു ചോദ്യം വന്നിട്ട് പിണറായി വിജയൻ എന്തിനെ എതിർക്കുന്നു എന്നുള്ളത്, എതിർക്കുന്നു അതായത് എന്നാണ്. അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ അറിവില്ലാതെ, സമ്മതമില്ലാതെ, ക്യാബിനറ്റിന്റെ അനുമതി ഇല്ലാതെയാണ് ഈ ഓഹരി കൈമാറ്റം നടത്തിയത്. അത് എതിർക്കപ്പെടേണ്ടതാണ്, അതങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇത് അതിലെന്തോ കള്ളക്കളിയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, കള്ളക്കളി ഉണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ സെൻറ്ററിൽ പോയി കണ്ടിട്ടല്ലേ പഴയ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി, അതായത് ഉമ്മൻചാണ്ടി, സാക്ഷാൽ എസ് ശരീരനെ ഉമ്മൻചാണ്ടി ഇവർക്കിത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് സെൻറ്ററിൽ പോയി ശ്രീ പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി കണ്ടിരുന്നു. ഇപ്പം ഇവിടെ എന്താ പ്രശ്നം? എന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ് 10 വർഷം എന്തോ മനോഹരമായിട്ട് വിഴിഞ്ഞത്തിന് വേണ്ടി, അദാനി ഗ്രൂപ്പിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തു ഇല്ലേ? അതെ. എന്നിട്ട് എന്താ ഇപ്പം എതിർക്കുന്നത്? അദ്ദേഹത്തെ കണ്ടില്ല. 13,000 കോടിയുടെ ഇടപാട് ഇൻ്റർനാഷണൽ മാരിടൈം ബിസിനസ് ചെയ്യുന്നൊരു MSC കമ്പനിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് എന്നെ വേണ്ട വിധത്തിൽ കാണണ്ടായിരുന്നു. അത്രേ എനിക്ക് തോന്നുന്നുള്ളൂ. ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാനിത് ചിന്തിച്ചപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഇത്രയും എതിർപ്പ് വരുന്നില്ല അദ്ദേഹം ഇതിനെ എതിർത്തപ്പോൾ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. വ്യക്തി താല്പര്യമാണോ മറ്റ് വേറെ വല്ല താല്പര്യമാണോ എന്ത് പറഞ്ഞാലും എന്നെ കാണേണ്ട വിധത്തിൽ കാണണമായിരുന്നു. 13,000 കോടി രൂപയുടെ ഇടപാട് നടക്കുമ്പോൾ എന്നെ വേണ്ട വിധത്തിൽ കണ്ടില്ല. അതിനൊരു നിശ്ചിത ശതമാനം കിട്ടണമായിരുന്നു എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ് അങ്ങ് സംശയിക്കുന്നത്. അല്ല, അതാണല്ലോ എന്നെ പ്രത്യേകം കാണണമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ടെങ്കിൽ എതിർക്കേണ്ടി വരുന്ന സാഹചര്യം അതല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കണം? അതർവൈസ് ദർ ഇസ് നോ റീസൺ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇതിൻ്റെ ഒരു പാൻ കേരള ഡെവലപ്മെൻറ്റ് പുള്ളി കാണുന്നുണ്ട് ഇതുവഴി. അപ്പോൾ തന്നെ 6 ലക്ഷം കോടി കടത്തിൽ നിൽക്കുന്ന ഒരു സർക്കാരിന് 5 പൈസ എവിടെ നിന്ന് കിട്ടാമെന്ന് വെച്ചാൽ അത് എറിഞ്ഞു പിടിക്കേണ്ട ഒരാൾ ബാധ്യതയിലാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആയിട്ടുള്ള ശ്രീ വി.ഡി. സതീശൻ. അപ്പോൾ അദ്ദേഹം ഇത് എൻവിസേജ് ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. അതിന് ഇങ്ങനെ ഒരു ആക്ഷേപം പറഞ്ഞിട്ട് ഡിസ്കറേജ് ചെയ്യാൻ പോയാൽ ആ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ആർക്ക് പ്രശ്നം വരും? മുഖ്യമന്ത്രിയും ഈ സർക്കാരിനുമാണ് പ്രശ്നം വരുന്നത്, പിണറായി വിജയനല്ല. അപ്പോൾ അതിന് ഈ സർക്കാരല്ല ഉത്തരവാദി. അത് ചിലപ്പോൾ മനസ്സിലാക്കാത്ത ആളുകളാണ് അദാനി ഗ്രൂപ്പ്. അവർ കരൺ അദാനിയും ശരിക്കുള്ള അദാനിയും ഒക്കെ ശ്രീ പിണറായി വിജയനെ വേണ്ട വിധത്തിൽ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്ഷനൊന്നും ഉണ്ടാവില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. കണ്ടിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നവും വരില്ല. ഇനി വേറൊരു സംഭവം, ഒരു ഇൻ്റർനാഷണൽ ഒരു ഇഫക്റ്റ് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇവരിത് നമ്മുടെ
തൊട്ടടുത്തുള്ള കന്യാകുമാരി ഭാഗത്തുള്ള പോർട്ടിലോട്ടൊക്കെ പോകുമെന്നൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ നോക്കി. പക്ഷേ തിരുവനന്തപുരത്ത് നമ്മുടെ വിഴിഞ്ഞമാണ് ഏറ്റവും കൂടുതൽ വളരെ ടാക്റ്റിക്കലായിട്ടുള്ള, അതെ, correct. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് അവരിതിനെ തന്നെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെടുക്കുമ്പോൾ ഉള്ള സംഭവം MSC എന്ന് പറയുന്നതിന് അവർ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ MSC അല്ല ഇവിടെ വരാൻ പോകുന്നത്. MSC മാത്രമല്ല, ഇത് ഇൻ്റർനാഷണൽ അമേരിക്കൻ കമ്പനികളൊക്കെ വരാൻ പോവുകയാണ് ഇവിടെ. ആ, കാരണം നമുക്കിത് കൈ കൊടുത്തേ പറ്റുള്ളൂ, നമുക്കിത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. ഇന്ത്യക്ക് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക്. കാരണം ഇപ്പോൾ നമ്മുടെ കൊളംബോ അവരവിടെ വാർ ടോൺ ആയിരുന്നല്ലോ, അവിടെ പ്രോക്സി വാറൊക്കെ നടന്ന് തകർന്ന് തരിപ്പണമായിരുന്നില്ലേ. അവിടെ ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ കൊളംബോയിലെ ഷിപ്പിംഗ് കമ്പനി നടത്തുന്ന ആരാണ്? ചൈനയാണ് അവിടെ correct. ഹബ്ബ് ഇറക്കിയിരിക്കുന്നത്. ആ പോർട്ട് ഡെവലപ്പ് ചെയ്തവരാണ്. അവരാണ്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി തന്നെ വല്ല അപകടത്തിലാണ്. സെക്യൂരിറ്റി അപകടത്തിലാണ്. അതെ, തീർച്ചയായും. 4 ചുറ്റും നമ്മളെ വളയാൻ വേണ്ടി ചൈന നിൽക്കുകയാണ്. നമ്മുടെ ശത്രു രാജ്യങ്ങൾ അറിയാമല്ലോ നമുക്ക്, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അവിടെ എല്ലാം അവരുടെ ആക്സസിബിലിറ്റി സ്ട്രിംഗ് ഓഫ് പേൾ എന്നാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്കിത് അത്യാവശ്യമാണ്, ഇന്നോവേറ്റബിൾ ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതുകൊണ്ട് തന്നെ പിന്നെ അവരുടെ ആളും കൂടെയാണ് അദാനി എന്നുള്ളത് നമുക്ക് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഒരു ഗുജറാത്തുകാരുടെ ഒരു സംരംഭം എന്നുള്ളത് അതിലുപരി. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ ആവശ്യം കൂടെയാണ്. അതെ, തീർച്ചയായും. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് കൂടെ ആവശ്യമാണ്. നമുക്ക് ശക്തമായ ഒരു ഇടപെടുന്ന നല്ല ഇൻ്റർനാഷണൽ ഏജൻസികൾ വരണം. അപ്പോൾ ഈ 13,000 കോടിയിലൊന്നും അല്ല ഈ സാധനം നിൽക്കുന്നത്. അതായത് ഇതിന് കൂടുതൽ പണം ഡയമെൻഷൻ വേണം. വേറെയാണ്. കൂടുതൽ പണം വേണം. അത് നമ്മൾ ഈ പറയുന്നത് പോലെ 100-200 കോടി കൊണ്ട് എന്തെങ്കിലും കാണിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയല്ല. ഇത് നാടിന് വേണ്ടി, നാളേക്ക് വേണ്ടി നമ്മൾ കരുതി ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സുരക്ഷ വേണം, നമ്മുടെ സാധ്യതകൾ, സാമ്പത്തിക ധനകാര്യമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ. പിന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ആദ്യമേ പറയുന്നത് എന്താണ്? തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. കറക്റ്റ്. പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് ജോലിക്ക് അവർ നാട് വിടേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ മാറണം, തുടങ്ങിയ കാര്യങ്ങൾ. അത് ഈ വിഴിഞ്ഞമെന്ന് പറയുന്ന ഇതിൻ്റെ ഒരു സാധ്യത ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ. പക്ഷെ സർക്കാരിന് ബാധ്യതയുണ്ട്. അതെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. അത് പക്ഷേ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഹൈവേ വികസനത്തിന്റെ സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഴഞ്ഞു നീങ്ങുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു? അതിനോടൊപ്പം തന്നെ അതിന്റെ ഡിസൈനിങ്ങും പലപ്പോഴും പലയിടത്തൊക്കെ പാളിപ്പോകുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. അല്ല, അത് ഈ ഹൈവേ നമ്മൾ കാണുന്ന ഈ ഹൈവേയിൽ ഇനി ഞാൻ പറഞ്ഞ കണ്ടെയ്നർ ലോറി 18 ടയറുള്ള കണ്ടെയ്നർ ലോറി ഇറക്കാൻ പറ്റില്ല. ഭയങ്കര ഭാരം അത് താങ്ങാൻ സാധിക്കണം ആ റോഡ്. ആ രീതിയിലായിരിക്കണം. പക്ഷേ ഇപ്പം ഞാൻ അറിഞ്ഞത് ഈ കോസ്റ്റൽ ഏരിയ റോഡുണ്ടല്ലോ, അതിന് സ്ഥലമെടുപ്പ് ലാൻഡ് അക്വിസിഷൻ തുടങ്ങിക്കഴിഞ്ഞു. ആളുകൾക്ക് പലർക്കും ആ ഭാഗത്ത് കോസ്റ്റൽ ഏരിയയിൽ നിന്ന് അങ്ങ് അവിടെ ഉണ്ടല്ലോ, അഞ്ചുതെങ്ങ് മുതൽ അങ്ങോട്ട് പോവുക. സെൻറ്റ് സേവിയേഴ്സ്, സെൻറ്റ് ആൻഡ്രൂസ്, അഞ്ചുതെങ്ങ്, കഴക്കൂട്ട, ആ കോസ്റ്റൽ ഏരിയ ആശ്രമത്തിലുള്ളവർക്കെല്ലാം നോട്ടീസ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അവരെ വിളിച്ച് സെറ്റിൽമെൻറ്റിന്, അക്വിസിഷൻ്റെ കോമ്പൻസേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ഥലം, ആ റോഡ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത. അത് 4 വരിപ്പാതയാകണം. പക്ഷെ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ പോലെയും അല്ല. അതിൽ ഈ പറഞ്ഞ 18-30 ടയറുള്ള വാഹനങ്ങൾ പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. എങ്കിലേ ആ വികസനം വരുള്ളൂ. പിന്നെ ഈ റിംഗ് റോഡുകൾ, ഇമ്മീഡിയറ്റ് ആയിട്ട് റിംഗ് റോഡുകൾ ഡെവലപ്പ് ചെയ്യാം. അപ്പോഴേ ഇതിന്റെ ഇമ്പാക്ട് നമുക്ക് കിട്ടുള്ളൂ. ശരിക്കും വിഴിഞ്ഞത്തിൻ്റെതായ ഒരു പാൻ കേരള ഡെവലപ്മെന്റ് ഇമ്പാക്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് റിംഗ് റോഡുകൾ അത്യാവശ്യം. കാരണം ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഈ തിരുവനന്തപുരത്തെ ഒരു മെട്രോ നഗരമായി ഉയർത്താൻ വേണ്ടത് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കാരണം ഇതിപ്പോൾ ഒരു കുഞ്ഞ് സിറ്റിയാണ്. സിറ്റികളുടെ വിസ്തൃതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ഒരു ട്രിവാൻഡ്രം കോർപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിറ്റി എന്ന് പറയുന്നത്, കോർപ്പറേഷനെ നമുക്ക് വിടാം, സിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ ഏരിയ മാത്രമല്ല. അപ്പോൾ ഇത് സിറ്റി എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വിഴിഞ്ഞം കൂടി വരുമ്പോൾ അതിനൊരു കുറച്ചുകൂടി അതിനെ താങ്ങാൻ കഴിയണം. അതിനാണ് റിംഗ് റോഡുകൾ വരണം എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ആ രീതിയിലേക്ക് വികസനം പോകുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിച്ചാൽ മാത്രമേ ഈ പോർട്ട് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഗുണമുണ്ടാകും, നമ്മുടെ സ്റ്റേറ്റിന് ഗുണമുണ്ടാകും. അതെ, കാരണം ഈ അവിടെ പോർട്ടിൽ വരുന്ന ഗുഡ്സ് അവിടെ ഇറക്കണം. ആ കണ്ടെയ്നേഴ്സ് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കണം. കണ്ടെയ്നേഴ്സ് റോഡിലൂടെയും ട്രെയിനിലൂടെയും മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് കിട്ടൂ. ഇല്ലെങ്കിൽ അവർ തൊട്ടടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമായിട്ട് മാറും. കൊളംബോയിൽ തന്നെ കൊണ്ടുപോകും, അതെ, അല്ലെങ്കിൽ ദുബായിൽ. ട്രാൻസ്ഷിപ്മെന്റ്
ട്രാൻസ്ഷിപ്മെന്റ് മാത്രമായിട്ട് ചുരുങ്ങും. തൊട്ട് അതായത് വിഴിഞ്ഞത്ത് വരുന്നു, അത് ഇറക്കി തൂത്തുക്കുടിയിൽ പോകുന്നു, അല്ലെങ്കിൽ കൊച്ചിയിൽ കൊണ്ടുപോകുന്നു, മുംബൈയിൽ പോകുന്നു. കൊച്ചിയൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, ഓൾറെഡി ഉണ്ടല്ലോ. പക്ഷെ അല്ല, അതല്ല ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ചെറിയ വന്നാലുള്ള ഷിപ്പുകളിലൂടെ ഗുണം എന്ന് അങ്ങോട്ടേക്ക് പറയുന്നത്. കൊണ്ടുപോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ അനന്ത സാധ്യതയുണ്ട്. അതെ. ഇതിന് ഒരുപാട് അർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക്. കാര്യം നിയർ ഷോർ ഇത്രയും വലിയ പോസിബിലിറ്റി ഉള്ള ഡെപ്ത് ഉള്ള ഒരു പോർട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ തന്നെ പ്രയാസമാണ്. ഇത് തീർച്ചയായിട്ടും പക്ഷെ നാച്ചുറലായിട്ട് നമുക്ക് പ്രകൃതിദത്തമായി കിട്ടിയിരിക്കുന്ന ഒരു സൗകര്യമാണ്. സൗകര്യമാണ്. ഇതിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വികസനത്തിന് കാരണമാവുള്ളൂ. ഇതിനെ അതെ. ഉപയോഗപ്പെടുത്തുക. അതിനകത്ത് പൊളിറ്റിക്സ് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമില്ല. അപ്പൊ Politics അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ എന്താണ് പാർട്ടിയിലെ സഹപ്രവർത്തകരൊക്കെ അതിനെ അവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നവരല്ലേ, മന്ത്രിമാരായിട്ടിരുന്നതാണ്. അതെ. പക്ഷെ അതിനകത്തുള്ള പൊളിറ്റിക്സ് വേറെ വേറെയാണ്. ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടിയുടെ മുതലാളിക്ക് ഇനി എന്തിനാ ഈ പാർട്ടിയുടെ മുതലാളി ഇങ്ങനെ കാണിക്കുന്നത്? താങ്കൾ 10 വർഷം ഇരുന്നല്ലോ. 10 വർഷമല്ല, നോക്കുകയാണെങ്കിൽ 4 നൂറ്റാണ്ടിലേറെ അല്ല, 4 നൂറ്റാണ്ടിലേറെയായിട്ട് പാർട്ടിയുടെ മുതലാളിയായിട്ടിരുന്നു. അതിൽ ഭരിക്കുകയും കൂടെ ചെയ്തത് 10 വർഷം. സംസ്ഥാനത്തിന്റെ ആ, ഭരണം നിർവഹിച്ചത് 10 വർഷം. അപ്പൊ അതൊക്കെ അതിന്റെ വരുംവരായികളും നന്മതിന്മകൾ അനുഭവിച്ചവരാണ് ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും. അവരൊക്കെ തന്നെ ഇത് പറയുമ്പോൾ എന്ന് പറയുന്ന അവരെല്ലാം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമാണ്. അവരൊക്കെ അത് പറയുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തോ ഒരു വ്യക്തി താല്പര്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പാർട്ടിയുടെ താല്പര്യമല്ല. അതെ, പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതേ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ. പക്ഷേ ഈ MSC എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിന് അമേരിക്കൻ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. ആണ്. പക്ഷേ അത് അമേരിക്കൻ കമ്പനികളുമായിട്ട് ഉൾപ്പെടെ ബന്ധമുണ്ട്, അതെ അതെ ബന്ധമുള്ളതാണ്. അതെ. അപ്പോൾ നമുക്ക് ഈ ചൈനയെ കൂടെ നമുക്ക് പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട്. കൊളംബോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചൈനയുടെ ആ പൊളിറ്റിക്കൽ ടാക്ടിക്സിനെ കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വിഴിഞ്ഞം ഉപയോഗപ്പെടുത്തിയേ പറ്റുള്ളൂ. വിഴിഞ്ഞത്തിന്റെ ഡെവലപ്മെന്റ് കൂടുതൽ ഫാസ്റ്റായി പോകും എന്ന് ഏവരും കാണുന്നുണ്ട്. അത് പോകേണ്ടതുണ്ട്. അതിനിടയിലാണ് പിണറായി വിജയന്റെ ഈ ഒരു എതിരഭിപ്രായം വന്നത്. അദ്ദേഹത്തിനെതിരെ എതിരഭിപ്രായം സ്വന്തം പാർട്ടിയിൽ നിന്ന് വന്നപ്പോൾ ഇത് ഒരു തുടക്കമായിരിക്കുമോ? പിണറായിക്കെതിരെ നേരത്തെയൊക്കെ ജില്ലാ കമ്മിറ്റികളിൽ ഒക്കെ വിമർശനമുണ്ടായിരുന്നു. അതൊക്കെ തന്നെ പിന്നീട് എവിടെ എത്തിയെന്ന് നമുക്കറിയാം. കൃത്യമായ ഒരു ആക്ഷനിലേക്ക് എത്തിയില്ല. പക്ഷേ മുതിർന്നവർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഇത്തരത്തിൽ ശക്തമായ വിമർശനവുമായി രംഗത്ത് വരുന്നു. ഇനിയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നടപടി പിണറായി വിജയനെതിരെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുക, ഇനി താങ്കൾക്ക് വിശ്രമ ജീവിതമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന തരത്തിലേക്ക് പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. അത് നിർബന്ധിതമാകും. അത് നിർബന്ധിതമാകും. കാരണം കേന്ദ്ര കമ്മിറ്റിയിൽ, പൊളിറ്റ് ബ്യൂറോയിൽ എത്തുന്നതിന് മുമ്പ് കേന്ദ്ര കമ്മിറ്റിയിൽ അങ്ങനെ ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ, അവിടെ തന്നെ ഈ ഡിസ്കോഡ് വന്നു കഴിഞ്ഞാൽ, സ്വരച്ചേർച്ച ഇല്ലായ്മ വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് അബ്സ്റ്റൈൻ ചെയ്യുക, എന്താ പറയുക സ്വയം ഒന്ന് ഒതുങ്ങുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കെങ്കിലും പുള്ളിക്ക് നിർബന്ധിതനാകും. കാരണം ഇപ്പോൾ അടപടലം തോറ്റുപോയില്ലേ, 99 സീറ്റിൽ നിന്ന് നേരെ 35 സീറ്റിലേക്ക് കുറഞ്ഞില്ലേ. അത് എൻ്റെ പാർട്ടിയെ ബാധിച്ചിരിക്കുകയല്ലേ. എല്ലാവരും വിമർശനം ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ്. പിണറായി വിജയനാണ്. അപ്പോൾ അല്ല, പുള്ളി ആയിരുന്നല്ലോ കംപ്ലീറ്റ് സ്ട്രാറ്റജിയും മുഖവും എല്ലാം പുള്ളി തന്നെയായിരുന്നു. ഭരണവും മുഖവും സ്ട്രാറ്റജിയും തന്ത്രങ്ങളെല്ലാം പുള്ളി. 14 ജില്ലകളിൽ വെച്ച ആ ദേശീയപാതയുടെ തീരത്ത് വെച്ച ഓരത്ത് വെച്ചിരുന്ന ഫ്ലക്സുകളുടെ എണ്ണം നോക്കുമ്പോൾ 1600 ഫ്ലക്സ് അദ്ദേഹത്തിന്റെ മുഖം മാത്രം. അതിന് ഡിസൈനും ക്യാച്ചുവേർഡും ഒക്കെ കൊടുത്ത PRDക്കാരെല്ലാം കിടന്ന് ഓടുകയാണ്. എല്ലാവരും സ്ഥലമാറ്റത്തിലൊക്കെ ആണ്. പക്ഷെ അങ്ങനെ ഒരു പ്രതികാരമൊന്നും ഇവർ ചെയ്യുന്നവരല്ല. UDF അങ്ങനെ ശരിക്കും ചെയ്യുന്നതല്ല. പക്ഷെ 10 വർഷം പുറത്തു നിന്ന UDFകാർ അവർക്ക് രാജ്യതലസ്ഥാനത്ത് നിൽക്കണ്ടേ, ഇവിടെ നിൽക്കണ്ടേ, ആ രീതിയിലേക്കുള്ളത് കണ്ടാൽ മതി. പക്ഷെ എന്തായാലും ഈ പുതിയ സർക്കാരിൽ ആളുകൾക്ക് പ്രതീക്ഷയുണ്ട്. ഈ ഹണിമൂൺ പീരീഡിൽ തന്നെ വലിയൊരു ഹണിമൂൺ പീരീഡിൽ കൺസീഡ് ചെയ്ത് കൊടുക്കുന്നത്, അനുവദിച്ചു കൊടുക്കുന്ന ചില ഇളവുകളല്ല, അതിലുപരി സർക്കാർ, ശ്രീ PD സതീശൻ ഉൾപ്പെടെയുള്ള സർക്കാർ അവർ വളരെയധികം ഉയർന്ന് പ്രവർത്തിക്കുന്നു, ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു. ഈ സർക്കാരിലേക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ വരുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് തുടരണം എന്നുള്ളതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും പാളിച്ചകൾ 1-2 നിയമ വിദഗ്ധന്മാരെയൊക്കെ നിയമിച്ചതിൽ ചില ജാഗ്രത കുറവൊക്കെ ഉണ്ട്, അത് വരുന്നു. പക്ഷെ അത് ഇനി വരും കാലങ്ങളിൽ കൂടെ അത് അത്തരം ജാഗ്രത കുറവ് വന്നു കഴിഞ്ഞാൽ ഇപ്പം കൊടുത്തിരിക്കുന്ന ഹണിമൂൺ പീരീഡിന് കൊടുത്തിരിക്കുന്ന കൺസിഡർ ചെയ്തിരിക്കുന്ന ആ അഡ്വാൻറ്റേജ് കിട്ടിയില്ല എന്ന് വരും. അതെ അതെ.
ജനമാണ്, നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. ജനം എറിഞ്ഞു തോപ്പിക്കും. ഏത് രീതിയിലാണ് ജനം എറിഞ്ഞു തോപ്പിക്കും. എറിഞ്ഞു തോപ്പി അല്ല, തീർച്ചയായിട്ടും അത് ശരിയാണ്. കാരണം കൃത്യമായ നടപടികൾ എടുക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ചില സൂചനകളൊക്കെ തന്നെ നമുക്ക് ചോർന്ന് കിട്ടാറുണ്ട്. അതായത് പാർട്ടിക്കുള്ളിൽ ആലോചിക്കുന്നില്ല, മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികളുമായി കൂടിയാലോചന നടത്താതെയാണ് വി.ഡി. സതീശൻ തീരുമാനങ്ങൾ എടുക്കുന്നത്, നടപ്പിലാക്കുന്നത്. അത് ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നും അദ്ദേഹത്തിനെതിരെ അതുകൊണ്ട് തന്നെ ശക്തമായ പടനീക്കമുണ്ടെന്നും ഒക്കെ തന്നെ വർത്തമാനങ്ങൾ ഉള്ളിൽ നടക്കുന്നു എന്ന തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. എനിക്ക് തോന്നുന്നു മുന്നണി നേതാക്കളാണെങ്കിൽ തന്നെയും കോൺഗ്രസിലെ നേതാക്കളാണെങ്കിൽ തന്നെയും ഈ ജനവികാരം തീർച്ചയായും മാനിക്കുമായിരിക്കണം, അല്ലേ? അല്ല, തീർച്ചയായിട്ടും. അതിന് ലിയോ ചോദിച്ചതിന്, ലിയോ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ശ്രീ കെ മുരളീധരൻ അദ്ദേഹം ഇതിന് ഉത്തരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വൈസ് പ്രസിഡന്റുമാർ, KPC വൈസ് പ്രസിഡന്റുമാർ ക്യാബിനറ്റിലുണ്ട്, അതെ, KPC പ്രസിഡന്റ് ക്യാബിനറ്റിലുണ്ട്, സീനിയർ നേതാക്കന്മാർ, രാഷ്ട്രീയകാര്യ സമിതിക്കാർ ഞങ്ങൾ ക്യാബിനറ്റിലുണ്ട്. അപ്പോൾ പിന്നെ ആരോട് ആലോചിക്കാതെയാണ് ചെയ്യുന്നത്? യെസ്, അങ്ങനെ ഏകപക്ഷീയമായിട്ട് നടക്കുന്നില്ല എന്നാണ് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത്. അതെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. ലിയോ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴാണ് ലിയോ ഇത് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ചോദ്യം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. അതെ. അല്ല, കെ മുരളീധരൻ വളരെ പക്വമായിട്ടും അദ്ദേഹം രാഷ്ട്രീയമല്ലേ ഷാർപ്പായിട്ട് പറയുന്ന ആളാണ്. പൊളിറ്റിക്സ് ഏറ്റവും നന്നായിട്ട് പറയുന്ന ആളാണ്. അതാ അദ്ദേഹം പറഞ്ഞല്ലോ, 2 KPC വൈസ് പ്രസിഡന്റുമാരും KPCC പ്രസിഡന്റും ക്യാബിനറ്റിലുണ്ട്. പിന്നെ ഞങ്ങൾ രാഷ്ട്രീയ സമിതിക്കാർ ഞങ്ങളും ഉണ്ടല്ലോ ക്യാബിനറ്റില്. പിന്നെ ആരോട് അന്വേഷിച്ചില്ല, ആരോട് ചോദിക്കാതെയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നു എന്ന് പറയുന്നത് എന്ത് കാര്യം? അർത്ഥമില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ചിലപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കുറച്ച് നമുക്ക് പറയാൻ, നമുക്ക് വ്യക്തിപരമായിട്ടൊരു വേറൊരു മന്ത്രി എടുത്ത് പറയുന്നതിനേക്കാൾ മുഖ്യമന്ത്രി ഈസ് റെസ്പോൺസിബിൾ. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അങ്ങനെ ആരെയൊക്കെയോ നിയമിച്ചതിലൊക്കെ ഉള്ള ചില ജാഗ്രത കുറവുണ്ട്. അതിവിടെ കറക്റ്റ് ചെയ്താൽ മതി. പുള്ളി അദ്ദേഹം ഉടനെ വിഡ്രോ ചെയ്തല്ലോ, ആക്ഷേപം വന്ന ഉടനെ അദ്ദേഹം വിഡ്രോ ചെയ്തു. വീണ്ടും പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ലാപ്സുകളെല്ലാം കവർ ചെയ്തിട്ട് ബോർഡ്, കോർപ്പറേഷൻ തുടങ്ങിയ സംഘടനകളിലുള്ള പ്രസ്ഥാനങ്ങളിലുള്ള നിയമനങ്ങൾ സൂക്ഷിച്ച് കരുതലോടെ ചെയ്യണം. UDF 2 ഇതിനെല്ലാം കാരണം എന്താ? നമ്മൾ കമ്പയർ ചെയ്യുന്നത് CPM പോലുള്ളൊരു പാർട്ടിയാണ്. CPM-ന് ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി തുടങ്ങിയിടത്തു നിന്നെല്ലാം കത്തും കറസ്പോണ്ടൻസും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഒരാളെ പോസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ അത്തരം സംവിധാനം, പ്രോട്ടോകോളൊന്നും UDF-നും കോൺഗ്രസിനും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ തിരിച്ചറിവ് കോൺഗ്രസ്സുകാരും UDF-കാരും. എന്നാലും ഇപ്പോൾ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ പോലെ വി.ഡി. സതീശനായാലും കെ മുരളീധരനാണെങ്കിൽ തന്നെയും രമേശ് ചെന്നിത്തലയാണെങ്കിൽ തന്നെയും ഒക്കെ തന്നെ വളരെ നോക്കിയും കണ്ടും ചിന്തിച്ചാണ് കാര്യങ്ങൾ ചെയ്തു പോകുക. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്തു പോവുക എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവർ മുന്നോട്ട് പോകുക. കെ മുരളീധരൻ 50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. അതുമാത്രമല്ല, ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം, അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിന് മുഖ്യമന്ത്രി കൺസെന്റ് കൊടുക്കണ്ടേ എല്ലാത്തിനും? കെ മുരളീധരൻ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കൺസെന്റ് മുഖ്യമന്ത്രിയുടെ നിന്ന് കൊടുക്കണ്ടേ? അപ്പോൾ പിന്നെ എവിടെയാണ് ആലോചിക്കാതെ ചെയ്യുന്നു എന്ന് പറയുന്നത്? അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ഇത് ഇത്തരത്തിൽ ശക്തമായി പോകുന്നു. മറുവശത്ത് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളൊക്കെ തന്നെ കഴമ്പില്ലാത്തതാണ്, മുനയൊടിഞ്ഞതാണ് എന്ന് തെളിയുകയാണ്. അത് തെളിയുന്നു. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ശ്രീ വി.ഡി. സതീശൻ അസംബ്ലിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതല്ലേ. അസംബ്ലിയിൽ പറയുന്നതെല്ലാം റെക്കോർഡിക്കലല്ലേ, വെറുതെ തെരുവ് പ്രസംഗത്തിൽ പറയുന്ന പോലെ അല്ലല്ലോ. ഭയങ്കര ഉത്തരവാദിത്വത്തോടെയല്ലേ സംസാരിക്കാൻ പാടുള്ളൂ. അദ്ദേഹം വെറുതെ ഓഫ് ഹാൻഡ് ആയിട്ടൊരു പൊളിറ്റിക്കൽ പ്രസംഗം നടത്തുകയല്ലോ, വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പുള്ളിയുടെ കയ്യിൽ ശേഖരിച്ചിട്ടല്ലേ പുള്ളി സംസാരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ആളുകൾ കാണുകയാണ്. നമുക്ക് പിന്നെ ഈ ഈവൻ സഭാ TV എന്ന് പറഞ്ഞ് കേരളത്തിലുണ്ട്, പിന്നെ പാർലമെന്റ് പ്രൊസീഡിങ്സ് വരെ നമുക്ക് എല്ലാവർക്കും കാണാം, പൊതുജനത്തിന് കാണാം. അപ്പോൾ അതെല്ലാം ട്രാൻസ്പെറൻസി ഉണ്ട്. നമുക്കിപ്പോൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം, 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് പിണറായി വിജയന്റെ താല്പര്യം അത് ആ പാർട്ടിയെ തകർത്തു എന്ന് പാർട്ടിക്കാർ തന്നെ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അമിത താല്പര്യങ്ങൾ, നിക്ഷിപ്ത താല്പര്യങ്ങൾ, ഗൂഢലക്ഷ്യങ്ങൾ ഒക്കെ തന്നെ ആ പാർട്ടിയെ തകർത്തു എന്നാണ് പാർട്ടിയിൽ തന്നെയുള്ളവർ ഇപ്പോൾ വിശ്വസിക്കുകയെന്നല്ല, അവർ അനുഭവിക്കുക. അപ്പോൾ ഇത്തരത്തിൽ അങ്ങ് പറഞ്ഞു, വിഴിഞ്ഞത്തിൽ
അദ്ദേഹത്തെ കാണേണ്ട രീതിയിൽ കണ്ടിരുന്നുവെങ്കിൽ ഈ വിമർശനം ഈ വരില്ലായിരുന്നു. വിമർശനം വരില്ല, ഇപ്പോഴും ഈ ഒബ്ജക്ഷൻ വരില്ല. ഓക്കെ. അതുപോലെ തന്നെ നടത്തിയ ക്രമക്കേടുകളുടെ കുറേയേറെ കാര്യങ്ങൾ വെളിച്ചത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് PSC. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ യശസ്സ് തന്നെ തെരുവിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന തരത്തിലേക്ക്, സാധാരണക്കാർ പോലും കാർക്കിച്ച് തുപ്പുന്ന തരത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്വവും കൂടി അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വരികയാണ്. കാരണം ഒട്ടേറെ ക്രമക്കേടുകൾ നടന്നു എന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കൂടുതൽ കൂടുതൽ ക്രമക്കേടുകളുടെ ദൃഷ്ടാന്തങ്ങൾ ഇനി പുറത്തു വരാനുണ്ടോ എന്നാണ് തോന്നുന്നത്? എന്താണ് എക്സ്പീരിയൻസ് ഒന്നും ചിന്തിക്കും? ഇതിനകത്ത് ലിയോ വളരെ വളരെ പെർട്ടൻ്റായ ഒരു ചോദ്യമാണ്. PSCയുടെ നട്ടലാണ് ചവിട്ടി ഓടിച്ചിരിക്കുന്നത്. അതെ. അതിനെന്ത് ചെയ്തു? 9,000 പേർക്ക് ജോലി കൊടുക്കുന്നതിന് പകരം അതിനകത്തുള്ള 11 17 പേർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തു. അതെ. അതിൻ്റെ നട്ടല് പൊട്ടിച്ചു. അതെ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അവർക്ക് 3 ലക്ഷം രൂപ ശമ്പളമാക്കുന്നു, അതിൻ്റെ നേരെ ഇരട്ടി പെൻഷൻ കൊടുക്കുന്നു, തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് PSC അംഗങ്ങളെ പരിപാലിക്കാൻ വേണ്ടിയുള്ള ഒരു ബോഡിയായിട്ട് അത് മാറി. PSCയുടെ അതിൻ്റെ ഗുഡ്വില്ല് എല്ലാം ചോദ്യം ചെയ്യപ്പെട്ടു. ഗുഡ്വില്ലും അതിൻ്റെ പെർപ്പസ് എല്ലാം തകർന്നു. അതെ. ഇവിടെ നമുക്കറിയില്ല എത്ര റാങ്ക് ലിസ്റ്റാണ് തകർന്നു പോയത്, എത്ര റാങ്ക് ഹോൾഡേഴ്സാണ് ഇവിടെ സമരം ചെയ്തത്, മുട്ടലഴിഞ്ഞു നോക്കി. അപ്പോഴും അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാനാണ് നോക്കി. എന്താ കാര്യം? ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹാനുസരണം അതിൽ ചെയ്യണം. ഇതിനകത്ത് ഞാൻ പറയാൻ വരുന്നത് KS എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നതാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ കാലത്തല്ലേ KS എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നത്. KSലെ അഴിമതിയാണല്ലോ ഏറ്റവും പ്രധാനം. അതിന് IAS കിട്ടുന്നതിനേക്കാളും ശമ്പളമാണ്, IASകാർക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ശമ്പളമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലെല്ലാം തന്നെ പാർട്ടിക്കാരെയാണ് തിരികെ കയറ്റിയിരിക്കുന്നത്. അതിലെ മാർക്ക് ലിസ്റ്റുകളാണ് തിരുത്തപ്പെട്ടിരിക്കുന്നത്. അതിൽ ചോദിച്ച ചോദ്യങ്ങൾ 10ഓളം ക്വസ്റ്റ്യനുകൾ ആൻസർ ചോദിച്ചിട്ടില്ല, വാല്യുവേഷൻ നടത്തിയിട്ടില്ല. തുടങ്ങി ഇങ്ങോട്ടങ്ങ് പല ഇതിലും. ഇത് മാത്രമല്ലല്ലോ, വലിയ PSCയുടെ നടത്തുന്ന ഏറ്റവും വലിയ ശമ്പളമുള്ള 1.5 ലക്ഷം ഒക്കെ വരുന്ന ശമ്പളം വരുന്ന വലിയ തസ്തികകളിലൊക്കെ ഉള്ള നിയമനങ്ങളെല്ലാം അങ്ങനെ നടത്തിയിരിക്കുന്നു. അതെല്ലാം പാർട്ടി താല്പര്യമുള്ളവർക്കാണ്. ഈ KS കൊടുത്തത് പോലും പാർട്ടി താല്പര്യമുള്ളവർക്കാണ്. അല്ല, പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഭാര്യമാർ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ ഒക്കെ തന്നെ MPhil, ഡോക്ടറേറ്റ്, അത് കൊളീജിയേറ്റ് എഡ്യൂക്കേഷനിൽ നമ്മളത് കണ്ടതാണ്. അത് മൂക്കത്ത് വിരൽ വെച്ചു. അതിന് പിന്നാലെ PSCക്ക് ഇത് ചെയ്യാൻ പാടുണ്ടോ? അതിനുശേഷമാണ് ഇതുകൂടി വന്നിരിക്കുന്നത്. ഇതിന്റെ സാങ്ക്ടിറ്റി പോയാൽ തീർന്നില്ല. സാങ്ക്ടിറ്റി അവിടെയാണ്. ഇതിന്റെ സാങ്ക്ടിറ്റി പോയാൽ തീർന്നില്ലേ? നമ്മൾ കേന്ദ്രത്തിൽ UPSCയിൽ മുമ്പ് ഗുജറാത്തിലും ബീഹാറിലും മധ്യപ്രദേശിലും ഒക്കെ നടന്ന ആ വ്യാപമാണ് ഇവിടെ ഇപ്പൊ നടന്നിരിക്കുന്നത്. ആ സാധനമല്ല ഇവിടെ ഇപ്പൊ നടക്കുന്നത്. അത് ഈ തരത്തിൽ അന്വേഷണം പോയാൽ മതിയോ? അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിനിപ്പോ അജിത BO IG അവരെ ആണ് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇന്നലെ അവർ PSCയിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഇതിനെ ഏതെങ്കിലും രീതിയിൽ വൈകിപ്പിക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജനത്തിന് PSCക്ക് വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കും. ഇല്ലെങ്കിൽ ഈ സർക്കാരിന്റെ വിശ്വാസ്യതയെ പോലും അത് ബാധിക്കും. കാരണം ഇത്രയും വലിയ സർക്കാർ അത് ചെയ്യണം. ഇപ്പോഴത്തെ സർക്കാർ അത് ചെയ്യണം. PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം അറ്റ് ദി ഏർലിയസ്റ്റ് എന്നുള്ളതാണ്. ഇത്രയും വലിയ തീവെട്ടിക്കൊള്ള നടന്നിട്ട് ഇത് പോലീസ് അന്വേഷണമല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് നടക്കുന്നത്. ജനങ്ങൾ അറിഞ്ഞിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടിച്ചകത്താക്കണം. ഇവരൊന്നും പുറംലോകം കാണരുത്. അതിനകത്തൊന്നും ഒരു മയവും കാണിക്കരുത്. അത് മാത്രമല്ല, നമ്മുടെ PRDയിൽ നമ്മുടെ സുഹൃത്തുക്കള് പലരും കയറി കഴിഞ്ഞ ടെസ്റ്റില് ആളുകളൊക്കെ നമുക്കറിയാം, നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരൊക്കെ സത്യസന്ധമായിട്ട് കയറിയെന്ന് നമ്മൾ ആഗ്രഹിക്കണം. കാരണം അവരൊക്കെ ഏതെങ്കിലും രീതിയിൽ മിസ്അപ്രോപ്രിയേഷൻ, മാൽപ്രാക്ടീസിലൂടെയാണ് കയറിയെന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. അവർ കൈരളിയിലും ദേശാഭിമാനിയിലും ഒക്കെ ജോലി ചെയ്തിരുന്നിട്ട് PRDയിൽ കയറി എന്ന് പറയുമ്പോൾ അവർ ഈ പറഞ്ഞ സ്വാധീനങ്ങളോ മറ്റ് മാൽപ്രാക്ടീസുകളോ വഴിയാണ് കയറിയതെന്ന് വരരുതേ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ഇപ്പോൾ. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ കൺസ്യൂമേറ്റായിട്ട് എൻ്റെ സംഭവം എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റുകളെല്ലാം ഫ്രീസ് ചെയ്യുക, എന്നിട്ടെല്ലാം താൽക്കാലിക നിയമനങ്ങൾ നടത്തുക. അതിന് 10 വർഷം ആയതുകൊണ്ട് അതിന് 9 വർഷം കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആക്കാമെന്ന് പറഞ്ഞ് ചെയ്യുക. അത്തരം രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഈ വ്യാപം അഴിമതിയേക്കാൾ വലിയ ഭീകര അഴിമതിയല്ലേ ഇവിടെ നടന്നത് നിയമനത്തിൽ. അപ്പോൾ എന്തർത്ഥത്തിൽ പിള്ളേർ ഡിഗ്രിയും PGയും അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷനും അതും ഇതൊക്കെ നടത്തിയിട്ട് എന്ത് കാര്യം? അതെ. അപ്പോൾ അത്തരത്തിലുള്ള വൃത്തികേടുകൾക്ക് കണ്ണടയ്ക്കാൻ വേണ്ടിയാണ്
അതിന്റെ കാവൽക്കാരായിട്ടുള്ള 21 പേരുടെ അല്ലെങ്കിൽ അവർക്ക് അംഗങ്ങളുടെയും ചെയർമാന്റെയും ഒക്കെ തന്നെ ശമ്പളം ശമ്പളം കൂട്ടിയതെന്നാണ് കൂട്ടുകയും പെൻഷൻ സംശയിക്കേണ്ടത്. കൂട്ടിക്കൊടു അല്ല അത് തന്നെയാണല്ലോ വ്യക്തമായില്ലേ നമുക്ക് വ്യക്തമായില്ലേ. എന്നിട്ട് പ്രോപ്പർ ടൈമിൽ റിട്ടയർമെന്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇനി റിപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? ടെസ്റ്റ് എഴുതിയാൽ റിസൾട്ട് വരണ്ടേ, റിസൾട്ട് വന്നാൽ നിയമനം നടത്തണ്ടേ? അതൊന്നും നടക്കുന്നില്ല. നടന്നിട്ടില്ല. അതായിരുന്നു ഇവിടെ നടന്നത്. അപ്പോൾ അത് വളരെ രഹസ്യമായിട്ട് പോയി എന്നുള്ളതാണ്, വളരെ രഹസ്യമായിട്ട് അത് കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വൈദഗ്ധ്യം അത്തരം കാര്യങ്ങളിൽ ശ്രീ പിണറായി വിജയൻ്റെ മൾട്ടി ഫേസറ്റഡ് ടാലന്റ് ഇത്തരം കാര്യങ്ങളാണ്. ഏതിനാ? അഴിമതിക്കും കൈക്കൂലിക്കും സ്വജനപക്ഷപാതത്തിനും ഒക്കെ അദ്ദേഹം കാണിച്ചിരിക്കുന്ന വൈദഗ്ധ്യം മറ്റാർക്കും കേരള സർക്കാരിൽ ഇന്നലെ വരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് അതൊക്കെ പുറത്തു വരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ പറഞ്ഞു വെച്ചത് വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ എന്തുകൊണ്ട് പിണറായി വിജയൻ ഇത്ര ശക്തമായി ഉന്നയിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ചേതോവിഹാരത്തിന് ആധാരം. അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം അടങ്ങി ഒതുങ്ങിയിരുന്നേനെ. അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ നടത്തിയ തീവെട്ടിക്കൊള്ളകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ സാങ്ക്ടിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ, അതിന് സമാനമായിട്ടുള്ള കൊള്ളകൾക്കും തട്ടിപ്പിനും പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ സാധിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിനും എന്ന കാര്യം കൂടി ഈ ചർച്ചയിൽ പറഞ്ഞു വയ്ക്കുകയാണ്. പ്രതീക്ഷിക്കാൻ നമുക്ക് അത്തരത്തിലുള്ള നീതി, അത് സംസ്ഥാനത്തിന് കിട്ടേണ്ട നീതിയാണ്. നമ്മുടെ യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയതിന്, കരിയോയിൽ ഒഴിച്ചതിന്, അവരുടെ സ്വപ്നങ്ങളെ ഞെരടി എറിഞ്ഞതിന്, കരിച്ചു കളഞ്ഞതിന് മാപ്പ് പറയേണ്ടി വരണം അവരൊക്കെ തന്നെ. ആ നരാധമന്മാരാരായാലും അതിന് കണക്ക് പറയേണ്ടി വരണം എന്ന് സാധാരണക്കാരായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് നടത്തിത്തരേണ്ട ബാധ്യത വലിയ പ്രതീക്ഷയോടെ അധികാരത്തിൽ ഏറ്റിയ VD സതീശൻ സർക്കാരിലുണ്ട് എന്നുള്ള കാര്യവും ഓർക്കണം ഭരിക്കുന്നവർ എന്ന് പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം. നമസ്കാരം.